മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ, കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ്. വെളുപ്പും ശക്താണ്, അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അങ്ങനെ ആകർഷണീയമായ സുറുമ ഇട്ടിട്ടില്ലെങ്കിലും സുറുമ ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബി തങ്ങൾ സുറുമ ഇടലും പതിവുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കാം നബി തങ്ങളുടെ ശരീരം. നിരയൊത്ത പല്ലുകളാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് കയറിയിട്ടു ഒന്ന് ഇറങ്ങിയിട്ടുമല്ല, നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം വെള്ള നിറത്തിൽ തങ്കത്തിന്റെ നിറം കയറിയതായിരുന്നു. വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. അങ്ങനെ അങ്ങനെ അതാണ് ശമായിലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. നബി തങ്ങൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ പതിവുണ്ട്. ഏത് സദസ്സിൽ നബി തങ്ങൾ ഇരുന്നാലും നബിനെ വേറിട്ട് കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അധികം നീളമുള്ള ആളൊന്നുമല്ല, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബി തങ്ങൾ. ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ്. അതാണ് ശമായിലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറുകറുത്ത മുടിയാണ്. ആ മുടികളെ എണ്ണാൻ കഴിയുമായി. മുടികളുടെ ഇടയിലുള്ള 1-2 വെള്ളമുടി എണ്ണാൻ കഴിയും. പരമാവധി 20 മുടികളിൽ താഴെയാണ് നബി തങ്ങളുടെ തലയിൽ വെളുത്ത മുടി ഉണ്ടായിരുന്നത്. ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന തരത്തില് സ്ഥിരമായി വീശ വെട്ടുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ചുണ്ടിന്റെ ചുവപ്പ് എപ്പോഴും കാണും. തിങ്ങിയ താടിയാണ് മുത്തുനബിക്കുള്ളതെങ്കിലും താടിയുടെ രോമങ്ങളുടെ ഉള്ളിലൂടെ തിളക്കം കൊണ്ട് തൊലി കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമായ ആകർഷണീയമായ മൂക്കാണ്. അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും മലയാളത്തിലെ റാ എന്ന അക്ഷരം എഴുതിയതുപോലെ വളഞ്ഞ പുരികമാണ് മുത്തുനബിക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതിനാണ് ശമായിലുകൾ എന്ന് പറയുന്നത്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഇരിക്കലാണ് പതിവുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു സദസ്സിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സിലുള്ള എല്ലാവർക്കും ആ സംസാരം മനസ്സിലാകുമായിരുന്നു. ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നതും, ഏതെങ്കിലും ഒരാളത് കേൾക്കരുതെന്ന് നബി തങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നതും മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമായിലുകൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളയല്ലാത്ത വസ്ത്രമുണ്ടായിരുന്നു എങ്കിലും സ്ഥിരമായ വെള്ള വസ്ത്രം ധരിക്കലായിരുന്നു പതിവ്. മുടികൾ നന്നായി എണ്ണ തേച്ച് വാർന്നിട്ട് അതിനു മുമ്പുകളിൽ തൊപ്പി വെച്ച് തലപ്പാവ് ധരിക്കുന്ന രീതിയാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇടക്ക് തൊപ്പി മാത്രം ധരിക്കുന്ന രീതിയും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുപ്പായം ധരിക്കാതെ നടക്കുന്ന പതിവില്ലാത്തതിനാൽ ശരീരം ആരും കാണൽ പതിവുണ്ടായിരുന്നില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കൂല. ഇങ്ങനെ പഠിക്കുക. ഇതാണ് ശമാഇൽ. രണ്ടാമത്തത് ദലായിലുകളാണ്. ദലായിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾക്കാണ് ദലായിൽ എന്ന് പറയുന്നത്. ഖുർആൻ അതിന്റെ ഉദാഹരണമാണ്. നബി തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ മേലുള്ള തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഒരു താരീഖ് ഉണ്ട്.
പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യയിലെ പ്രഭു കുടുംബമാണ്. പ്രധാനമന്ത്രിയുടെ മകനാണ് സൽമാൻ. പേർഷ്യക്കാര് തീ ആരാധകരായിരുന്നു എന്നാണ് ഉള്ളത്. അഗ്നി ആരാധകരാണ്. സൽമാന്റെ വാപ്പിയും തീ ആരാധകരാണ്. സൽമാന്റെ വാപ്പ പ്രധാനമന്ത്രിയാണ്. രാജാവും തീ ആരാധകരാണ്. പേർഷ്യക്കാര് മൊത്തത്തിൽ തീ ആരാധകരായിരുന്നു. ഇസ്ലാമിന് മുമ്പ്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്. അക്കാലത്ത് മുസ്ലിങ്ങളുണ്ട്. അന്നത്തെ മുസ്ലിങ്ങൾ ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആണ് അന്നത്തെ മുസ്ലിങ്ങൾ. പക്ഷെ അവർ അപൂർവമായേ ഉള്ളൂ. എവിടെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ഉണ്ട് എന്നറിഞ്ഞാൽ ഒന്നുകിൽ നാട് കടത്തും, അല്ലെങ്കിൽ ജയിലിലടക്കും, അല്ലെങ്കിൽ കൊല ചെയ്യും എന്നതാണ് അന്നത്തെ രീതി. സൽമാന്റെ വാപ്പാക്ക് കൃഷിയാണ്, കർഷകനാണ്. വാപ്പ പ്രധാനമന്ത്രിയാണ്, അതോടൊപ്പം കർഷകനാണ്. ഒരു ദിവസം സൽമാൻ വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി. വാപ്പാന്റെ കൃഷിസ്ഥലം കണ്ട് മടങ്ങുമ്പോ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെളുത്ത ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വെള്ളവസ്ത്രധാരികളായ അക്കാലത്ത് കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു. അവരെ ചരിത്രം പുരോഹിതന്മാർ എന്ന് രേഖപ്പെടുത്തി. കുറച്ച് പുരോഹിതന്മാരെ കണ്ടു. ആരാ വർത്താനം പറഞ്ഞോ? മിണ്ടരുത്, മിണ്ടിപ്പോകരുതേ. നല്ല കുട്ടികളാ. അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളാകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദുആഇന് ഇജാബത്ത് നൽകട്ടെ. സംഗതി അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ വർത്താനം പറയരുതേ. വലിയ ആൾക്കാരനെയാണ്, അത് തർക്കമൊന്നുമില്ല. നിങ്ങൾ വലിയ ആൾക്കാരനെ, നിങ്ങൾ ദുആക്ക് ഇജാബത്തൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ വർത്താനം പറയരുത്. അപ്പോ ദലായിലുകൾ, സൽമാൻ അൽ ഫാരിസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ കുറച്ച് ഈ കാടിന്റെ സൈഡില് ഒരു വെളുത്ത കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൽ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ അവരൊപ്പം ഇരുന്നു. കുറെ സമയം ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. നേരെ ഇരുട്ടായി. സൽമാനെ കാണാനില്ലാത്തതിനാൽ അന്വേഷണം ആരംഭിച്ചു. പട്ടാളക്കാർ തെരഞ്ഞ് അവസാനം പുരോഹിതന്മാരെ അടുത്തെത്തി. പുരോഹിതന്മാരെ കണ്ടു. സൽമാനെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കി. സൽമാനെ ജയിലിലടച്ചു. പുരോഹിതന്മാരെ നാട് കടത്താൻ തീരുമാനിച്ചു. എല്ലാരും അങ്ങോട്ടാ നോക്കണം, ഇങ്ങോട്ടല്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ. ഞാനല്ല വേദം ഇറങ്ങി. തങ്ങൾ വരുമ്പോ സ്റ്റേജിൽ വരും. അതിന് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ടൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കി. സൽമാനെ നാട് കടത്താനും സൽമാനെ ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാട് കടത്താനും തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞ സൽമാന് അതിലെ വലിയ പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് സ്വകാര്യത്തിൽ ചോദിച്ചു, ഞാൻ എങ്ങനെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലേ നിങ്ങളെ അടുത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വന്നാല് മൗസിൽ എന്ന് പേരായ ഒരു നാട്ടിലേക്കാണ് പോവുക, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. സൽമാൻ കുറെ കാലം ജയിലിൽ കിടന്നു. 200 വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ അൽ ഫാരിസി. 200 വയസ്സ് കുറെ കാലം ജയിലിൽ കിടന്നു. പിന്നെ ഒരു ദിവസം നല്ല നടപ്പ് കാരണം ജയിലിലെ വാർഡന്, ജയിലിന്റെ പാറാവുകാരന് മഹാനവറുകളോട് താല്പര്യമുണ്ടായി. ഒരു ദിവസം ഉറങ്ങിയ മാതിരി കടന്നു. സൽമാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി. അങ്ങനെ എത്തിയത് ഒരു കച്ചവടക്കാരുടെ കൂടെയാണ്. അവരുടെ കൂടെ യാത്ര ചെയ്ത് മൗസിലിൽ എത്തിച്ചേർന്നു. പ്രധാന പുരോഹിതന് ഖിദ്മത്തെടുത്ത് താമസിച്ചു. കുറെ കാലം കഴിഞ്ഞ് അയാൾ മരിക്കുകയാണ്. ഈ പ്രധാന പുരോഹിതൻ മരിക്കുമ്പോ സൽമാൻ തന്നെയാണ് നോക്കണത്. സൽമാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ മരിച്ചാ ഞാൻ എവിടുക്ക പോവുക എന്ന് ചോദിച്ചു. വേറൊരു പുരോഹിതന്റെ പേര് പറഞ്ഞു കൊടുത്തു. അയാളെ അടുത്തേക്ക് പൊയ്ക്കളോണ്ട് പറഞ്ഞു. അങ്ങനെ അയാൾ മരിച്ചു. സൽമാൻ അയാളെ കുളിപ്പിച്ചു, അയാളെ മറവ് ചെയ്തു. പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ പുരോഹിതന്റെ അടുത്തേക്ക് പോയി. അയാളും ഇതുപോലെ രോഗിയായി മരിക്കുകയാണ്. ഞാൻ എവിടുക്ക പോവുക എന്ന് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ആളടുത്തേക്ക് പോയി. അയാൾക്ക് ഖിദ്മത്ത് എടുത്തു. അയാൾ മരിക്കുകയാണ്. അയാളോടും ചോദിച്ചു, ഞാൻ എവിടുക്ക പോവുക. അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു, ഇനി എവിടേക്കും പോണ്ട. അവസാന പ്രവാചകൻ അറേബ്യയിൽ വരാൻ സമയമായിട്ടുണ്ട്.
അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി ചോദിച്ചു, ഒരാൾ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അയാൾ നബിയാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചപ്പോ 3 അടയാളങ്ങൾ പറഞ്ഞു. അതാണ് ദലായില്. അതിനാണ് പറയണത് കേട്ടോ. ഒന്ന് അമ്പിയാക്കള് സ്വതക്ക ഭക്ഷിക്കുകയില്ല, അതിനാൽ അവസാന പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അമ്പിയാക്കള് ഹദിയ ഭക്ഷിക്കും, അതിനാൽ അവസാന പ്രവാചകൻ ഹദിയ ഭക്ഷിക്കും. രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ്, പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഖാതമുൻ നുബുവ്വ എന്ന ഒരു സീല് അവസാന പ്രവാചകന്റെ മുതുകത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. 3 അടയാളങ്ങൾ പറഞ്ഞു. സൽമാൻ അറേബ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു കൊള്ള സംഘം അദ്ദേഹത്തെ കണ്ടു. തട്ടിക്കൊണ്ടുപോയി അടിമച്ചന്തയിൽ അടിമയായി വിറ്റു. സൽമാനെ ഈത്തപ്പനത്തോട്ടങ്ങളുടെ ഉടമയായ ഒരു ജൂതനായ മനുഷ്യൻ വാങ്ങി. ഈത്തപ്പനത്തോട്ടത്തിലാണ് ജോലി. അടിമകൾക്ക് സ്വാഭാവികമായിട്ടും ഭക്ഷണം ഉണ്ടാവില്ല, സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൈമാറി വിറ്റ് വാങ്ങി വിൽപ്പന നടത്തി വാങ്ങലുണ്ടായി. സൽമാൻ മദീനയിൽ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയും പാറാവുകാരനുമൊക്കെയായി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ടെന്ന വാർത്ത പറഞ്ഞു. അവസാന പ്രവാചകൻ മദീനയിലെത്തിയിട്ടുണ്ടെന്ന വിവരം കേട്ടപ്പോൾ സൽമാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഈത്തപ്പനത്തോട്ടത്തിലെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പിടി കാരക്കയെടുത്ത് യജമാനനോട് സമ്മതം വാങ്ങി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് ആ കാരക്ക നീട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക ഭക്ഷിക്കൂല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നബി തങ്ങൾ സ്വതക്ക കഴിച്ചിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ തിന്നു, സ്വതക്കൊന്നുമില്ല. അപ്പൊ സൽമാന് മനസ്സിലായി, ഒന്നാമത്തെ തെളിവ് ഓക്കെയാണ്, മടങ്ങി. അടിമയായതുകൊണ്ട് തോനെ നിൽക്കാൻ കഴിയൂല, വേഗം മടങ്ങി. രണ്ടാമതൊരിക്കൽ ഈ തപ്പനത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് അല്പം കാരക്കയെടുത്ത് യജമാനനോട് സമ്മതം വാങ്ങി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഇത് നിനക്ക് ഹദിയയാണ് എന്ന് പറഞ്ഞപ്പോ വാങ്ങി. 3 എണ്ണം കഴിച്ചു. ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്തപ്പോ സൽമാൻ പറഞ്ഞു, രണ്ടാം തെളിവും ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു, മടങ്ങി. ഇനി പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട് എന്നാണ്. പക്ഷെ അതാരും കാണൂല. എന്താ കാരണം? മുത്തുനബി കുപ്പായം കഴിച്ചൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷട്ടയിക്കൽ പതിവില്ല. കമീസ് ധരിക്കാതെ ചുമൽ മറക്കാതെ നബി തങ്ങൾ നടക്കൂല, ഒരിക്കലും കാണൂല. വളരെ അപൂർവമായിട്ട് കാണാൻ വേണ്ടി പരിശ്രമിച്ച് കണ്ടു. സവാദ് റളിയല്ലാഹു അൻഹു അണഞ്ഞൂട്ടി പിടിച്ചിട്ട് മുത്തി മണത്തത് ബദറിന് ശേഷം കാണൂല, സാധാരണഗതിയിൽ കാണൂല. സൽമാൻ പല ശ്രമവും നടത്തി, കാണൂല. ആയിടെ ഒരു സ്വഹാബി മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു. സ്വഹാബത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള്. ഖബറടക്കാൻ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അതിലൊന്ന് നബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കാണുകാരൻ ഖബറളക്കുമ്പോ ഏതായാലും കുപ്പായം കഴിച്ചാതിരിക്കൂലല്ലോ എന്ന് കരുതി സൽമാൻ നേരത്തെ പോയി. ഖബറളക്കാൻ നബി ഉണ്ട്, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. ഖബറിന്റെ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, കാണാണ്ടോ? കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും, കാണാണ്ടോ എന്ന്, കുപ്പായത്തിന്റെ ഇടയിൽ കൂടെ കാണാനില്ല. അങ്ങനെ മറവ് ചെയ്യൽ കഴിയുന്നത് വരെയും നോക്കി, മൂടുകല്ല് വെച്ചു, മറവ് ചെയ്തു, കാണാനില്ല. എല്ലാവരും പിരിയാൻ തുടങ്ങി. കുറച്ചാൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ നോക്കിയിട്ട് പറഞ്ഞു, സൽമാൻ അല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ വാർന്നു കുപ്പായത്തിന്റെ കുടുക്കയച്ചിട്ട് ഇതല്ലേ ജാ നോക്കണ സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ദലാഇൽ എന്ന് പറയുന്നത്. താരീഖ് അങ്ങനെ നീണ്ടുപോകട്ടോ. ദലാഇൽ ഇവിടെ അവസാനിക്കാണ്, ചരിത്രം അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. എന്താ ചരിത്രം? സൽമാൻ അൽ ഫാരിസി ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ യജമാനന് ദേഷ്യം വന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യം പിൻവലിച്ചു. മോനെ തേനേന്നൊക്കെ പറഞ്ഞിരുന്നു, ഒക്കെ മാറി, എല്ലാം പോയി. രാത്രി ഉറങ്ങാൻ അയക്കൂല, മര്യാദക്ക് ഭക്ഷണം കൊടുക്കൂല, രാത്രിയും പകലും ജോലി തന്നെ. എടങ്ങാറുണ്ടായി. വല്ലാതെ ഇടങ്ങാറായപ്പോ ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിൽ വന്ന് സൽമാൻ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എനിക്കൊന്ന് അടിമത്വ മോചനം ലഭിക്കണം, അതിന് എന്തെങ്കിലും ഒരു വയ്യങ്ങൾ ഉണ്ടാക്കി തരണം, സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രധാനപ്പെട്ട ചില സഹാബത്തും കൂടി സൽമാനുൽ ഫാരിസിയുടെ യജമാനനെ കാണാൻ വേണ്ടി പോയി. യജമാനനോട് ചോദിച്ചു, സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചു. ആ വിൽക്കാന്ന് പറഞ്ഞു. എന്താ തരണ്ടെന്ന് ചോദിച്ചുമ്പോ തൊള്ളേ കൊള്ളാത്ത വില പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ഒരു വില, വാങ്ങരുത് എന്ന് കരുതിയിട്ടുള്ള ഒരു വില. എന്താ വില അറിയങ്ങള്? ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയില് 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് വെള്ളവും വളവും നൽകി നോക്കി വലുതാക്കിയിട്ട് 300 എണ്ണത്തുമെന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ അന്ന് മുതൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷെ മുത്തുനബി അഗ്രിമെന്റ് എഴുതി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി. 300 ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അയിമന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്താൽ സ്വതന്ത്രനാകുമെന്ന് കരാർ എഴുതി. പള്ളിയിൽ വന്ന് നബി തങ്ങൾ വഅദ് പറഞ്ഞു, സഹാബ, സൽമാനുൽ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടി എല്ലാരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാരും ഓരോ ഈത്തപ്പന മരം, 2 മരം, 3 മരം, 10 മരമൊക്കെ ഓഫർ ചെയ്തു. 300 എണ്ണായി. 300 ഓഫർ വന്നപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽമാനോട് പറഞ്ഞു, സൽമാനെ, ഇങ്ങളാ സ്ഥലത്ത് പോയിട്ട് 300 കൊയ്യുത്തിക്കോളി, ഈത്തപ്പന മരം കുഴിച്ചിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ സൽമാൻ അൽ ഫാരിസി ആ മരുഭൂമിയിൽ പോയി 300 കുഴി ഉണ്ടാക്കി. കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴി പൂർത്തിയാക്കി നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോ ഓഫർ ഉണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങളൊക്കെ വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഓരോ മരങ്ങൾ ഇങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് കുഴിച്ചിട്ടു. സൽമാനോട് പറഞ്ഞു, വെള്ളം നനച്ചു കൊടുക്കി, വളം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കി, വേഗം വലുതായിക്കോളും എന്ന് പറഞ്ഞു. മരങ്ങൾ വേഗത്തിൽ വലുതായി, വളരെ പെട്ടെന്ന് വലുതായി, പെട്ടെന്ന് കായ്ച്ചു. 299 മരങ്ങളിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു. തങ്ങളെത്തിയിട്ടുണ്ട്, വയത് കയ്യും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇരിക്കല്ലാരും. 299 മരങ്ങൾ കായ്ച്ചു, ഒരു മരം കായ്ച്ചില്ല എന്നാണ്. ഈ ഒരു മരം കായ്ക്കാതിരുന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു. നബിന്റെ അടുത്ത് എല്ലാ സ്വകാര്യത്തിൽ വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സ്വകാര്യം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ആ കായ്ക്കാത്ത ഒരു മരം ഉണ്ടല്ലോ, അത് ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. ബാക്കി 299 നബി തങ്ങൾ കുഴിച്ചിട്ടതാണ്, ഒന്നും ഉമർ ഖത്താബ് ആയിരുന്നു. അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മരം അങ്ങോട്ട് പറിച്ചിട്ട് ആയിക്കൊന്ന് കുഴിച്ചിട്ടു. എന്നിട്ടത് വലുതായി, അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു. സൽമാൻ അൽ ഫാരിസി സ്വതന്ത്രനായി. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് മഹാനവറുകൾ നേതൃത്വം നൽകി. അപ്പൊ സൽമാൻ കണ്ട ആ സാധനം ഉണ്ടല്ലോ, അതാണ് ദലാഇൽ.